ഹലോ ഗായ്സ്, നമോവാദം. അപ്പോൾ ഗായ്സ്, ഇന്ന് സൺഡേസ് ഫൺഡേസ് ഹോളിഡേ ആയ സ്ഥിതിക്ക് ഞാൻ പതുക്കെ എണ്ണീറ്റ് കഴിച്ച് കുളിച്ച് ചില്ല് ചെയ്തിരിക്കാമെന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് പെട്ടെന്നൊരു കോൾ വന്നത്. നമ്മുടെ ദേവൻ സാറ് രാവിലെ ഫോൺ ചെയ്തു. ആള് ഒരു കാര്യത്തിനായിട്ട് വിളിച്ചതാണ്. അപ്പോൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ സമയമുണ്ടെങ്കിൽ ഒന്ന് കണ്ടാലോ എന്ന് ചെറിയൊരു പ്ലാൻ ഇട്ടു. ഇത്ര തിരക്ക് പിടിച്ച ദേവനെ കാണുകയെന്ന് പറഞ്ഞാൽ അതെൻ്റെ ജന്മ സുഹൃതമാണ്. അപ്പോൾ ഞാൻ ദേവനെ കാണാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ഇവിടെ ഐക്യയിലാണ് ദേവൻ ഉള്ളത്. അവിടെ അൺലിമിറ്റഡ് ചായ കിട്ടുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പോയിട്ട് ദേവനെയും കണ്ട് കുറച്ച് ചായയും കുടിച്ചിട്ട് വന്നാലോ. അപ്പോൾ ഗായ്സ്, നമ്മൾ റെഡി ആയിട്ടുണ്ട്. പോകുന്നതിന് മുമ്പ് ഗായ്സ്, ഇവിടെ വെയിലിനും ചൂടിനും ഒട്ടും കുറവില്ലാത്ത സ്ഥലമാണ്. അപ്പോൾ പൊടി അടിക്കാതിരിക്കാൻ നമുക്ക് ഈ സ്കാർഫ് കെട്ടാം. ചൂടും പൊടിയൊന്നും അടിക്കാതിരിക്കാൻ ഇത് കെട്ടുന്നതായിരിക്കും നല്ലത്. എൻ്റെ കൂടെ കണ്ണ് പ്രൊട്ടക്ഷനായി കണ്ണാടി കൊടുക്കാം. വന്നിട്ടില്ലേ? ഇത് ആക്ച്വലി തിയേറ്ററിൽ വെക്കുന്ന 3D ഗ്ലാസ് ആണ്. റൈബാൻ്റെ ഗ്ലാസ്സൊക്കെ ഉണ്ടായിരുന്നതാണ്, കാണുന്നില്ല ഗൈസ്. പൊടി അടിക്കാതിരിക്കാൻ ധാരാളമാണ്. അപ്പോൾ നമുക്ക് പോവാം. അങ്ങനെ നമ്മുടെ ഓട്ടോ വന്നു. ഓട്ടോയിൽ കയറി പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് നേരെ ഐക്യ ഇറങ്ങുന്നു. അവിടുന്ന് മീറ്റപ്പ്. ഓട്ടോ ചേട്ടൻ കട്ട കലിപ്പിലാണ്. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൊരു വഴണ പെണ്ണാള്, ഒട്ടും മൈൻഡില്ല. അങ്ങനെ നമ്മൾ സിറ്റിയുടെ ഒത്ത നടുക്കൂടെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടെ ഒട്ടനേകം കെട്ടിടങ്ങളുണ്ട് ഗൈസ്. എണ്ണിയാ തീരാതത്ര അമ്പരിച്ചുംബികളായ കെട്ടിടങ്ങൾ. അങ്ങനെ നമ്മൾ അമ്പരം ചുംബിക്കുന്നത് നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ സ്ഥലമെത്തി. ഇത് ആ കാണുന്നതാണ് ഗൈസ് ഐക്യ. ഇവിടുന്ന് കറങ്ങിത്തിരിഞ്ഞ് അവസാനം നമ്മൾ സ്ഥലത്തെത്തി. ചേട്ടന് പൈസയും പേ ചെയ്ത് നമ്മൾ ഐക്യയിലെത്തി ഗൈസ്. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ ഫർണിഷിങ് സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് കിട്ടും. അങ്ങനെ നമ്മൾ നടന്നകത്തോട്ട് കയറിയപ്പോഴത്തേക്ക് ദേ വരുന്ന നമ്മുടെ താരം. ഇതാണ് ഗൈസ് ദേവൻ, ദേവനാരായണൻ. ദേവൻ അതിപ്രഗത്ഭനായൊരു മഹത് വ്യക്തിയാണെങ്കിലും ക്യാമറ ഷൈയാണ് ഗൈസ്, വീഡിയോയ്ക്ക് വരില്ല. ഞങ്ങൾ ആദ്യം തന്നെ മീൻ വറക്കുന്ന പാത്രം വാങ്ങിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. പക്ഷെ കത്തി വില കാരണം ആ ശ്രമം ഞങ്ങൾ ഉപേക്ഷിച്ചു. അടുത്ത് ഞങ്ങൾ ഡോർമാറ്റ് കണ്ടു. ഇത് പോമറേനിയൻ പട്ടിയുടെയാണോ അതോ ഹിമക്കരടിയുടെയാണോ എന്നായിരുന്നു ഞങ്ങളുടെ ഡിസ്കഷൻ. ഏതായാലും നമ്മുടെ വീട്ടിലൊന്നും ഇടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞവൻ പുച്ഛിച്ചു വിട്ടു. ദേവൻ്റെ കൂടെ ഹസീം വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ രവിവർമ്മ ചിത്രത്തിലെ ഒരു കുടം പിടിച്ചുകൊണ്ട് നിൽക്കുന്ന പെൺകുട്ടിയില്ലേ, ആ കുട്ടിയായിട്ടാണ് തീക്കുട്ടി നിൽക്കുന്നത്. അങ്ങനെ അടുത്ത ഞങ്ങൾ ലൈറ്റിൻ്റെ സെക്ഷനിലോട്ട് പോയി. കുറേ ടൈപ്പ് ഓഫ് ടേബിൾ ലാമ്പും ലൈറ്റുകളും ഉണ്ടായിരുന്നു. ദേ ഒരു ക്യൂട്ട് ഹാർട്ടിൻ്റെ ഒരു ലൈറ്റ്. പിന്നെ ദേ ഈ സംഭവം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഷേപ്പ് മാറും. നോർമലി ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ടിരുന്നിട്ട് പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും ഹായ് മാജിക്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഐറ്റമാണ്. ഒരു ബോളില്ലേ, ഇങ്ങനെ കൈ വെച്ചിട്ട് കറക്കുമ്പോഴത്തേക്കും പാസ്റ്റും ഫ്യൂച്ചറും ഒക്കെ കാണാൻ പറ്റുന്ന ആ ബോൾ പോലെ ഉണ്ടായിരുന്നു. അതെനിക്ക് വാങ്ങണമെന്നുണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നടന്നില്ല. വില മുഖ്യം ബിഗിലേ. പിന്നെ നമ്മുടെ ഹസീം മൈഥിലിയും ബീച്ച് സൈഡിലിരുന്ന് കഥ പറയുമ്പോൾ സൈഡിലിരുന്ന് ബുക്ക് വായിക്കുന്ന ഞാൻ, ഒരു ഫയൽ ചിത്രം. ഫൈനലി നമ്മൾ കറക്കം അവസാനിപ്പിച്ചിട്ട് ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു. ഇതാണ് ദേവൻ പറഞ്ഞ അൺലിമിറ്റഡ് ചായ. ചായ അല്ലായിരുന്നു, നമ്മൾ കാപ്പിയാണ് കുടിച്ചത്. കാപ്പിയും ചീസ് കേക്കും ചായയും എല്ലാം കുടിച്ചു. പിന്നെ നമ്മളെ കാണാനായിട്ട് അലീനയും അവളുടെ ഫ്രണ്ട് ആലക്സും ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിച്ചു. എന്നിട്ട് ഹാപ്പി ആയിട്ട് വീട്ടിൽ പോയി. അങ്ങനെ നമ്മൾ കറക്കമൊക്കെ കഴിഞ്ഞ് അവസാനം വീട്ടിലെത്തി ഗൈസ്. പിന്നെ ഞാൻ ഒരാളെ കാണിക്കാൻ മറന്നുപോയി. ഇത്രയും കറങ്ങിയിട്ട് ഐക്യൊന്നും വാങ്ങിച്ചില്ലെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. ഞാൻ ഇവനെ വാങ്ങിച്ചു. ഇതാണ് എൻ്റെ പോളാർ ബെയർ. ഹായ്. ദേവൻ എന്നോട് പറഞ്ഞു ഇത് ഭയങ്കര നോർമലായതിൽ എന്താ വാങ്ങിക്കുന്നത്, പാൻഡ വാങ്ങിക്കുക, അതാണ് രസം എന്ന്. പക്ഷേ എനിക്ക് ഇവനെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഗൈസ്. അപ്പം ഞങ്ങളിനി ഉറങ്ങാൻ പോവാണ്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ ബൈ.